ഇന്ന് തന്നെ അല്ലേ മാച്ച് എന്ന് സംശയിച്ചു പോയൊരവസ്ഥയാണ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ആക്ച്വലി ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ച് കാണാൻ വന്ന് ഇന്നിവിടെ എത്തിയപ്പം ഇന്ന് തന്നെ അല്ലേ മാച്ച് എന്ന് സംശയിച്ചു പോയൊരവസ്ഥയാണ്. കാരണം 6 മണിയാവാനായി. ഇതുവരെ വിരലെണ്ണാവുന്ന ഒരു 10, 20, 25 ആൾക്കാർ മാത്രമാണ് ഇവിടെ കാണാൻ സാധിച്ചത്. കുറച്ച് പേര് ഉള്ളോട്ട് കയറിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു സാറ്റർഡേ ഒരു എന്താ പറയുക, ഒരു അവധി ദിവസമായിട്ട് പോലും ഇത്രയും ആളുകൾ ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ച് കാണാൻ ഇപ്പം നിലവിലുള്ളൂ എന്നുള്ളത് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. എന്താ പറയുക, ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ടീമിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. നമുക്കറിയാം, ഇത്രയും മാച്ച് വരെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ടീം പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ആവുന്നുള്ളത്. എന്നാൽ ഇപ്പം അറിയാലോ, നമുക്കിനിയിപ്പം വരുന്ന 3 മാച്ചുകൾ ജയിക്കണം. അതിൽ മുംബൈ 3 മാച്ചുകൾ തോക്കണം. അതിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ, കണക്കുകൾ കൂട്ടിയും കിഴിച്ചുമൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്കിപ്പം ടീം പ്ലേ ഓഫിലേക്ക് കയറുമെന്നുള്ള കാര്യം ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ടായിരിക്കാം ആളുകളുടെ എണ്ണം നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. സാധാരണ ഒരു അവധി ദിവസത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മാച്ച് കാണാനൊക്കെ ഇവിടെ ഉണ്ടാകുന്ന തിരക്ക്, മാച്ച് കാണാൻ ഒരു മാച്ചിനെങ്കിലും വന്നവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ ആ ഒരു അവസ്ഥ ആയതുകൊണ്ടായിരിക്കാം. ഏതായാലും ഇന്നത്തെ മാച്ചിന് ഒട്ടും ക്രൗഡില്ല. എന്താ പറയുക, തികച്ചൊരു 50 ആളെ കൂടി എനിക്കിവിടെ 6 മണിയായിട്ട് ഇവിടെ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. സ്റ്റേഡിയത്തിൻ്റെ മുന്നിൽ നമ്മളെ മെയിൻ ഗേറ്റിൻ്റെ അവിടെയുള്ള അവസ്ഥ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഗൈസ്, ഞാനങ്ങനെ പുറത്ത് കുറേ നേരം വെയിറ്റ് ചെയ്തു. കുറച്ചാളെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെയൊക്കെ കയറാനുള്ള രീതിയിൽ. പക്ഷേ ആൾ നല്ലപോലെ കുറവാണ്. പറഞ്ഞ പോലെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരാനിരിക്കുന്ന 3 മാച്ച് ജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫിലേക്ക് ചെറിയൊരു സാധ്യതയുള്ളൂ. അത് മുംബൈ ഇനി വരാനുള്ള 3 മാച്ച് തോക്കും വേണം. ബ്ലാസ്റ്റേഴ്സ് നിലവിൽ പോയിന്റ് ടേബിൾ 9ാം സ്ഥാനത്താണ് 24 പോയിന്റുമായിട്ട്. കളിക്കാൻ പോകുന്ന JFC പോയിന്റ് ടേബിൾ 4ാം സ്ഥാനത്ത് 37 പോയിന്റോട് കൂടി. സോ പ്ലേ ഓഫിൽ ഓൾമോസ്റ്റ് സ്ഥാനം ഉറപ്പിച്ച ടീമാണ് JFC. അപ്പം അവർക്കൊരു അതിൻ്റെ ഒരു പ്രഷർ ഇല്ലാതെ കളിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് നല്ല പ്രഷറാണ്. കാരണം ഇനി വരാൻ പോകുന്ന 3 മാച്ച് ജയിക്കണം. സമയം 6:30, 7 മണി ആവാനായി. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കയറി. എന്നിട്ട് പോലും നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ റൗണ്ട് റോഡുള്ള അവസ്ഥ നോക്കി. കളി കാണാൻ വന്നവർക്ക്, ഇതിനു മുന്നൊക്കെ വന്നവർക്ക് ഈ ഒരു കാഴ്ച കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല സങ്കടമാവും. കാരണം ഒരു മനുഷ്യനില്ലാത്ത അവസ്ഥ. ടീമിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ കാണികൾ വരുന്നതിനെ ബാധിച്ചിട്ടുണ്ട്. അധിക വ്ളോഗിലും അത്യാവശ്യം നിറഞ്ഞ ഗാലറിയാണ് കാണിക്കാറുള്ളത്. അപ്പം ഇന്ന് എന്തായാലും ഒടിഞ്ഞ ഗാലറി ആയിരിക്കും. അപ്പം ഞാൻ മാത്രം ഒറ്റയ്ക്ക് സങ്കടപ്പെടേണ്ട, എല്ലാവരും ഒരുമിച്ച് അങ്ങ് കണ്ട് സങ്കടപ്പെടാം. അടിപൊളി. പ്ലേയേഴ്സ് ഏതായാലും മാപ്പിന് ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ സ്റ്റാൻഡിൽ കയറി. മുംബൈ ആയിട്ടുള്ള മാച്ച്, മുംബൈ കഴിഞ്ഞുള്ള 3 മാച്ച് തോക്കണം എന്നായിരുന്നു പ്രാർത്ഥിച്ചത്. പക്ഷേ ഇന്ന് തൊട്ട് മുന്നുള്ള മാച്ച് മുംബൈ 2-2 എന്നുള്ള ഡ്രോ ആയി. സോ മുംബൈ കഴിഞ്ഞ് വരാനുള്ള 2 മാച്ച് തോൽക്കണം. അതേപോലെ നമ്മളുള്ള ഈ ഇപ്പം നടക്കാൻ പോകുന്ന മാച്ച് ഉൾപ്പെടെയുള്ള മുന്നോട്ടുള്ള 2 മാച്ച് ജയിക്കണം. എന്താവും അറിയില്ല. എന്തായാലും സ്റ്റാൻഡിലാണ്. കളി എന്താവും നോക്കാം. ഗൈസ്, അങ്ങനെ ഹാഫ് ടൈം ആയി. എന്താ പറയുക, കോറോ സിംഗിന്റെ അടിപൊളി ഒരു ഗോളിൽ നമ്മൾ 1-0 ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. ടീം അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. സ്റ്റിൽ അടിക്കാൻ പ്ലേയേഴ്സ് മടി കാണിക്കുന്ന പോലെ ഒരു ഫീല്, പോസ്റ്റിലേക്ക് അടിക്കാൻ. പക്ഷേ 1-0 എന്നുള്ള ലീഡിലാണ്. നമുക്ക് ആ ലീഡ് നിലനിർത്താനോ അല്ലെങ്കിൽ കൂടുതൽ ഗോൾ അടിക്കാനോ സാധിക്കട്ടെ. ബ്രോ താഴെ ഒരാൾ നിന്ന് പിടിക്കോ.
ഓൾമോസ്റ്റ് 75 മിനിറ്റ്സ് ആവാനായി നമ്മുടെ ഹാഫ് ടൈം കഴിഞ്ഞപ്പം മഞ്ഞപ്പടയുടെ ഒരു വേറിട്ട ഒരു പ്രതിഷേധം മഞ്ഞപ്പട സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു. അപ്പം കളി ഇപ്പോഴും സ്റ്റിൽ 1-0 എന്നുള്ള സ്കോറിൽ തന്നെയാണ്. അത് റെഫറി ഇപ്പൊ ഓഫ് സൈഡ് വെച്ച് ഇത്രയും നേരം കാത്തുന്നുണ്ട് ഓഫ് സൈഡ്. ഗൈസ് അങ്ങനെ ആസ് യൂഷ്വൽ സ്ഥിരം പല്ലവിയോൾ തന്നെ നമ്മൾ 86 മിനിറ്റ് 85 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഗോൾ വാങ്ങി കളി വീണ്ടും 1-1 നമ്മളൊരു അവസ്ഥ. ഒരു വാക്ക് മൊഴിയോ അങ്ങനെ ഞെട്ടി നിൽക്കാതെ? ഇല്ല, ഞെട്ടിയിട്ടൊന്നുമല്ല, ഞാൻ ഒരു വിഷമം അല്ല ശ്രീകുട്ടനാണ് തോന്നുന്നു. മിലോസിന്റെ ഓൺ ഗോൾ അല്ലേ? അല്ല അത് മനസ്സിലായില്ല, അതുകൊണ്ടല്ലേ തുറച്ചു നോക്കില്ലായിരുന്നു, നമുക്ക് ശീലമായതല്ലേ. ഇതൊന്നും വിഷയമല്ല എന്നാണ് പറയുന്നത്. 6 മിനിറ്റ് എക്സ്ട്രാ ടൈം ഉണ്ട്. അവിടെ എന്താണ് സംഭവിച്ചത്? സോ ഗൈസ്, അങ്ങനെ നമ്മുടെ അവസാന പ്രതീക്ഷ അവസാനിച്ചു. ഇത്രയും ദിവസം അറ്റ്ലീസ്റ്റ് പെന്നും കാൽക്കുലേറ്ററും വെച്ച് കൂട്ടിയും കഴിച്ച് നോക്കിയാലെങ്കിലും നമ്മൾ പ്ലേ ഓഫ് കയറുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സോ ഈ ഒരു മാച്ചോട് കൂടി ആ ഒരു പ്രതീക്ഷയും അവസാനിച്ചു. ഇനിയിപ്പം എത്ര പെന്നും കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടിയും കഴിച്ച് നോക്കിയിട്ടും കാര്യമില്ല, നമ്മൾ കയറില്ല. ഇനിയിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുംബൈ തൊട്ട് മുന്നത്തെ മാച്ച് ഡ്രോ ആക്കി. അപ്പം അവിടെയും നമുക്ക് അനുകൂലമല്ലായിരുന്നു. ഇപ്പം നമുക്കും അതൊക്കെ പോട്ടെ, നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മളെ കാര്യമെങ്കിലും നോക്കായിരുന്നു. 3 കളി ജയിച്ച് ഒരു പ്രതീക്ഷ ഫാൻസിന് കൊടുക്കായിരുന്നു. അതും ഒരു അവസാന നിമിഷം, കളിയുടെ അവസാന നിമിഷങ്ങളിൽ ആ ഒരു പ്രതീക്ഷയും ഈ ഒരു മാച്ചിൽ കളഞ്ഞു കുളിച്ചു. നമ്മൾ 86 മിനിറ്റിലാണ് ഗോൾ വഴങ്ങിയത്. അത് സത്യം പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് പിടിച്ചു നിന്നിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 പോയിന്റ് ഹോം കിട്ടിയെന്നുള്ള ഒരു സമാധാനമെങ്കിലും ഉണ്ടായിരുന്നു. സോ അതും ഇല്ല. അപ്പം ഈ ഒരു സീസണിലെ എല്ലാ പ്രതീക്ഷയും അങ്ങനെ ഈ ഒരു ഹോം മാച്ചോട് കൂടി അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് 2 മാച്ച് കൂടി ഉണ്ട്. പക്ഷേ ഇനി പറഞ്ഞ പോലെ എന്തൊക്കെ നോക്കിയിട്ടും കാര്യമില്ല. പ്ലേ ഓഫ് ഒരു കാര്യം നമുക്ക് അകന്നു പോയിട്ടുണ്ട്. ഏതായാലും 2 മാച്ച് കൂടി ഉണ്ട്. അതെങ്കിലും ഒരു ജയിക്കുന്നുള്ളൊരു പ്രതീക്ഷ വെക്കാം. ജയിച്ചിട്ടും കാര്യമൊന്നുമില്ല, പക്ഷേ ജയിക്കുമെന്ന് വിചാരിക്കാം. കാരണം ആരാധകർക്ക് ഒരു അഭിമാനം എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, അവർക്കുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ. അതിനുവേണ്ടിയെങ്കിലും ടീം ജയിക്കുന്നു തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.